പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതമായ ബ്രഹ്മസങ്കല്പമാണ് സാക്ഷാൽ പരമശിവൻ. ശിവൻ എന്ന ശബ്ദം മംഗളവാചിയാണ്. സർവമംഗളകരനായ സദാശിവൻ സ്വരൂപത്താൽ സകലതിനും സാക്ഷിയായി വർത്തിക്കുന്നു. ജ്ഞാനസ്വരൂപനായ ശിവൻ അവ്യയമൂർത്തിയും മോക്ഷദായകനായ ആദിപുരുഷനും, പൂർണ്ണാനന്ദ സ്വരൂപനായ ശ്രീപരമേശ്വരൻ പവിത്ര ഭക്തികരങ്ങളായ ആരാധനകളെ സ്വീകരിക്കുവാനായി അർച്ചനാവതാരം സ്വീകരിച്ച് നിത്യനായി നിലകൊള്ളുന്ന ഇടങ്ങളാണ് നമ്മുടെ ഓരോ ശിവക്ഷേത്രങ്ങളും. തൃത്താമരശ്ശേരി ക്ഷേത്രവിശേഷം. കൈലാസനാഥനായ ശ്രീപരമേശ്വരൻ ശാന്തചിത്തനായ അഘോരമൂർത്തിയായി വാഴുന്ന ആരാധനാ കേന്ദ്രമാണ് പെരുവനം ഗ്രാമത്തിൽ അവണിശ്ശേരി ദേശത്ത് സ്ഥിതി ചെയ്യുന്ന തൃത്താമരശ്ശേരി ശിവക്ഷേത്രം. പരമശിവന്റെ പഞ്ചമുഖഭാവങ്ങളിൽ തൃതീയമാകുന്ന ഭവഭയഹരമായ അഘോരഭാവം ആപത്തുകളകറ്റി ശാന്തിയും ആനന്ദവും പ്രദാനം ചെയ്യുന്ന ശക്തി ചൈതന്യങ്ങളാൽ നിറവാർന്നു നിൽക്കുന്നു. കൈകളിൽ മാനും മഴുവും അഭയവരദാദികളും ധരിച്ച് പുലിത്തോലുടുത്ത് സർവാലങ്കാര വിഭൂഷിതനായി താമരയിൽ സ്ഥിതി ചെയ്യുന്നവനെന്ന് ചന്ദ്രകലാധരനായ ശിവപഞ്ചാനന് ദേവതാധ്യാനം. സ്വയംഭൂ ശിവലിംഗത്തിൽ തൃക്കണ്ണും തിരുനാസികയും ചന്ദ്രക്കലയും ചാർത്തി പടിഞ്ഞാട്ട് ദർശനമായിരിക്കുന്ന പ്രതിഷ്ഠാ ചൈതന്യം. ഒപ്പം ഗർഭഗൃഹത്തിൽ ദേശത്തിന്റെ പരിപാലകനായ ബ്രഹ്മരക്ഷസിന്റെ നിറസാന്നിധ്യം. പിന്നിൽ പ്രത്യേകമായുള്ള ശ്രീകോവിലിൽ ശിവദർശനം ചെയ്ത് കുടിയിരിക്കുന്ന ശ്രീപാർവതി. ശ്രീമഹാദേവന്റെ ചതുര ശ്രീകോവിലിനിടതുപുറം കിഴക്ക് ദർശനമായി ശ്രീ ഗണപതിയുടെയും ശാസ്താവിന്റെയും നന്ദീശ്വരന്റെയും ഉപപ്രതിഷ്ഠകൾ. നിത്യവും തൂകാൻ നാലമ്പലത്തിനുള്ളിൽ സപ്തമാതൃക്കളും അഷ്ടദിക്പാലകരും സാന്നിധ്യമരുളുന്ന ബലിവട്ടം. നാലമ്പലത്തിന് പുറത്ത് വടക്കുമാറി പടിഞ്ഞാറ് ദർശനമായി ദുർഗാദേവിയുടെ തിരുനട. മുന്നിൽ ചുറ്റുമതിൽ പുറത്ത് ഭഗവാൻ അഭിമുഖമായി പുണ്യഗംഗാ സങ്കല്പത്തിൽ തീർത്ഥക്കുളം. ഗംഗയെ നിത്യദർശനം ചെയ്യുന്ന രൗദ്രശിവന് അതിനാൽ തന്നെ ശാന്തഭാവം എന്ന് സങ്കല്പം. ദേശരക്ഷകനായ വൈദ്യനാഥനെ നമിച്ച് ആപത്തുകളകന്ന് ആയുരാരോഗ്യ സൗഖ്യം നേടുവാനെത്തുന്ന ആരാധകരുടെ ആശ്രയ കേന്ദ്രമാണ് ശിവപാദ പങ്കജം തിരുനാമമായി അണിയുന്ന തൃത്താമരശ്ശേരി ശിവക്ഷേത്രം. പെരുവനം ഗ്രാമത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃത്താമരശ്ശേരി മഹാദേവ ക്ഷേത്രം. ഈ ദേശത്തിൻ്റെ രക്ഷകനാണ് തൃത്താമരശ്ശേരി ദേവര്. ഇവിടെ ദേവന് രൗദ്രഭാവമാണ്. ആ രൗദ്രത കുറയ്ക്കാൻ വേണ്ടിയാണ് മുമ്പിൽ ഗംഗ എന്നുള്ള സങ്കല്പത്തിൽ തീർത്ഥക്കുളമുള്ളത്. ദേവൻ്റെ രൗദ്രത കുറഞ്ഞ് പ്രസന്നഭാവത്തിലാണ് ദേവൻ എന്നുള്ള സങ്കല്പമാണ് അവിടെയുള്ളത്. ക്ഷിപ്രകോപി പോലെ തന്നെ ക്ഷിപ്രപ്രസാദിയും കൂടിയാണ് തൃത്താമരശ്ശേരി ദേവര്. ഇവിടെ വന്നപേക്ഷിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം നൽകുന്ന ഭാവത്തിലാണ് ഭഗവാൻ. പെരുവനം ഗ്രാമത്തിലെ അവണിശ്ശേരി ദേശത്തുള്ള പുരാതനമായ വെള്ളാലത്ത് മനയിലെ വടക്കിനിയിൽ തന്റെ ഭക്തരായ 2 സഹോദരന്മാർക്ക് നിത്യദർശനം ചെയ്യുവാൻ ശ്രീ വടക്കുംനാഥൻ സ്വയംഭൂ ചൈതന്യശിലയിൽ പ്രത്യക്ഷനായി എന്ന് ഐതിഹ്യം. വടക്കുംനാഥ സന്നിധിയിൽ നിത്യദർശനം ചെയ്തിരുന്ന വെള്ളാലത്ത് മനയിലെ ജ്യേഷ്ഠാനുജന്മാർക്ക് ഒരിക്കൽ അപ്രതീക്ഷിതമായി അതിന് സാധിച്ചില്ല. 2 പേരും അന്ന് ദർശനത്തിന് പോയിരുന്നില്ല എന്നതറിയാതെ അത്താഴത്തിനിരുന്നപ്പോഴാണ് അവർ ആ വിവരം പരസ്പരം അറിയുവാനിടയാവുന്നത്. തെറ്റുപറ്റിയതറിഞ്ഞവർ അത്താഴം ഉപേക്ഷിച്ച് വടക്കനാഥ സന്നിധിയിലെത്തിയപ്പോൾ അവിടെ ഭഗവാൻ രാത്രിയിൽ യാമപൂജ കൈക്കൊള്ളുന്നു. നടയിൽ നിന്ന് തങ്ങളുടെ പതിവ് ദർശനത്തിന് വിഘ്നം വന്നതിൽ മാപ്പപേക്ഷിച്ച അവരോട്, ഇനി മുതൽ നിങ്ങൾ ഇവിടെ വരേണ്ട, ഞാൻ അവിടെ വന്ന് ദർശനം തന്നുകൊള്ളാമെന്ന് ഭഗവാന്റെ അരുളപ്പാടുണ്ടായി. തിരികെ വീട്ടിലെത്തിയ സഹോദരന്മാർ പിറ്റേന്ന് വടക്കിനിയിൽ സ്വയംഭൂവായ ശിവലിംഗം കണ്ടു എന്നാണ് ഐതിഹ്യം. അന്നു മുതൽ വെള്ളാലത്ത് മനയുടെ ഊരായ്മയിൽ അവിടുത്തെ ദേവപൂജയുടെ നിത്യനിദാനങ്ങൾ ഏറ്റുവാങ്ങി ദേശരക്ഷകനായി തൃത്താമരത്തേവർ ഇവിടെ വാഴുന്നു. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹത്താലും തൃത്താമരശ്ശേരി തേവരുടെ കൃപാകടാക്ഷത്താലും തിരുനടയിൽ വരുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് ആ തൃപ്പാദത്തിൽ സമർപ്പിക്കുവാനും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഈ പാദസേവകന് കഴിഞ്ഞത് ഒരു ജന്മപുണ്യമായി കണക്കാക്കുന്നു. ലോകരക്ഷയ്ക്കായി തൃത്താമരശ്ശേരി തേവരുടെ ഈ തിരുനട എന്നും പരിപാലിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇവിടെ ഭക്തർക്ക് തങ്ങളുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും തിരുനടയിൽ നിന്ന് നേരിൽ പറഞ്ഞ് ഭഗവാനോട് പരിഹാരത്തിന് അപേക്ഷിക്കാം.
തൃത്താമരശ്ശേരി തേവർക്ക് നടയിൽ വഴിപാട് പ്രധാനമാണ്. നേർച്ച വഴിപാട് കാര്യങ്ങൾക്കായി ഭഗവത് പൂജ ചെയ്ത് ശ്രീകോവിലിൽ സന്നിഹിതനായിരിക്കുന്ന മേൽശാന്തിയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം. ധാര, കൂവളത്തിലെ പുഷ്പാഞ്ജലിയും മാലയും, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ഹോമവും, ഇളനീർധാര, കർഗഹോമം എന്നിവ കൂടാതെ അഘോരമന്ത്ര പുഷ്പാഞ്ജലി, ശ്രീരുദ്രധാര, ശംഖാഭിഷേകം തുടങ്ങിയ പ്രത്യേക വഴിപാടുകളും ഭഗവാന്റെ തിരുനടയിൽ നടക്കുന്നു. ശ്രീപാർവതിയുടെ നടയിൽ മംഗല്യ സൗഭാഗ്യത്തിനുള്ള ഉമാമഹേശ്വര പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, പട്ടും താലിയും ചാർത്തൽ, കുങ്കുമാർച്ചന, മഞ്ഞളർച്ചന തുടങ്ങിയവ കൂടാതെ ശിവപാർവതിമാർക്ക് ഒന്നിച്ചുള്ള വഴിപാടുകളും നടത്താവുന്നതാണ്. ഉപദേവനായ ഗണപതിക്ക് ഹോമവും കരകമാലയും നാരങ്ങമാലയും മുട്ടറപ്പും വഴിപാടായി സമർപ്പിക്കാം. ശനിദോഷമകലുവാൻ അയ്യപ്പന് നീരാഞ്ജനവും എള്ളുതിരിയും ശനീശ്വര പുഷ്പാഞ്ജലിയും പ്രധാനമാണ്. നന്ദീശ്വരനുള്ള നേദ്യം നിത്യ വഴിപാടാണ്. ദുർഗാദേവിയുടെ നടയിൽ ഗുരുതി വഴിപാടുണ്ട്. മുപ്പട്ട് വെള്ളിയിൽ നടയ്ക്കുള്ള ഗുരുതിക്ക് അതീവ പ്രാധാന്യം. രാവിലെ 5 മണിക്ക് തുറക്കുന്ന തൃത്താമരശ്ശേരി ഭഗവാന്റെ തിരുനടയിൽ പ്രഭാതത്തിൽ ഒരു നേരം മണിക്കൊട്ടി പൂജ. നിത്യപൂജാ വിധാനത്തിൽ ഭഗവാന് പ്രഭാതത്തിലെ ധാര പ്രധാനമാണ്. അതിനുശേഷമാണ് നൈവേദ്യ സമർപ്പണം. രാവിലെ 6:30 അടച്ചുപൂജ കഴിഞ്ഞാൽ 10 മണിക്ക് നടയടപ്പ്. വൈകിട്ട് 5:30 നട തുറന്നാൽ നിത്യനിദാനമായി വിളക്കും നേദ്യവുമാണുള്ളത്. 7:30 നടയടയ്ക്കും. ക്ഷേത്രവിശ്വാസികളായ 7 കരക്കാരടങ്ങുന്ന കമ്മിറ്റിയാണ് ഉത്സവങ്ങളുടെ നടത്തിപ്പിന്റെ പ്രധാന ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാ വർഷവും തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിര ഉത്സവ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. അന്നേ ദിവസം ഭഗവാന് സഹസ്ര കലശാഭിഷേകം നടക്കും. ഭക്തജനങ്ങളുടെ ആഭിമുഖ്യത്തിൽ വ്രതാനുഷ്ഠാനവും ക്ഷേത്രാങ്കണത്തിൽ തിരുവാതിര അരങ്ങേറ്റവും ഉണ്ടാകും. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പതിവായി എല്ലാ വർഷവും ജനുവരി 14 മഹാഗണപതി ഹോമവും വിപുലമായ പ്രസാദകൂട്ടും നടന്നുവരുന്നു. തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾ വർഷാനുവർഷം അതിവിശേഷമായി കൊണ്ടാടപ്പെടുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ ശിവരാത്രിക്ക് 7 നാൾ മുൻപേ ആരംഭിക്കും. 12 കരക്കാരുടെ കാവടിയും 3 ദേശക്കാരുടെ പൂരവും അണിനിരക്കുന്ന ശിവരാത്രി ആഘോഷങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ നടത്തപ്പെടുന്നു. വടക്കുന്നാഥന് ഉത്സവമില്ലാത്തതുകൊണ്ടാകാം തൃത്താമരശ്ശേരി ഉത്സവം ഇത്ര ഗംഭീരമായി ആചരിക്കുന്നതെന്നും പറഞ്ഞുവരുന്നു. കാലദേശാതീതമായ ശിവചൈതന്യം സർവാന്തര്യാമിയായ പരബ്രഹ്മതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നിരുപമമായ ആ ബ്രഹ്മസങ്കല്പത്തെ മനസ്സിൽ ഏകാഗ്രമാക്കി ആരാധ്യ ദേവതയുടെ അനുഗ്രഹങ്ങൾ നേടുവാനുള്ള പ്രചോദന കേന്ദ്രങ്ങളായി നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങൾ നിലകൊള്ളുന്നു. പ്രണതോസ്മി സദാശിവം. ഭഗവത് ഭാവനയിലൂടെ സാമാന്യ ജനങ്ങളെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന പരമമായ ധർമ്മമാണ് ഓരോ ക്ഷേത്രങ്ങളും നിർവഹിക്കുന്നത്.